അതെ, തീർച്ചയായിട്ടും ഞാൻ സംശയം ഉണ്ടായിരുന്നു. കാര്യം അന്ന് കോളേജുള്ള ദിവസമാണ്. അവനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച് വരുത്തിയിട്ടുമുണ്ട്. അത് ഞങ്ങൾ അറിഞ്ഞു. ഒരു 11:30 സമയങ്ങളിൽ ഞങ്ങളെ വിളിച്ചതുമാണ് നിതിൻ. സഹോദരിമാരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് എമൗണ്ട് എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുഡ് കഴിക്കാനാണെന്ന് തോന്നുന്നു. അത് കൊടുക്കുകയും ചെയ്തു. അതിന് ശേഷം പിന്നീട് അവൻ്റെ സുഹൃത്തുക്കൾ ആരോ ഒരാൾ അവനെ വിളിച്ചപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ് പോയത്. അത് പോയിരിക്കുന്നത് ഡെൻ്റൽ മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ അടുത്ത നമ്മുടെ കാഷ്വാലിറ്റി ബിൽഡിങ്ങിലേക്കാണ് നടന്നു പോകുന്ന ആ ഫ്രണ്ട് പറഞ്ഞത്. അപ്പോൾ അവിടെ മീറ്റിങ്ങിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവിടെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് ഈ നിതിൻ കരഞ്ഞുകൊണ്ട് പോകുന്നതാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. നിതിനെ ആ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ആ വിഷയം സംസാരിക്കാനാണ്. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഈ പണം അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സംസാരം അവിടെ നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ അതിൽ ഈ ടീച്ചറുടെ ഒരു നമ്പർ ടീച്ചർക്ക് ലത എന്ന ടീച്ചർക്ക് ഭീഷണി സന്ദേശം വരുന്നു എന്നുള്ള കാര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു സംസാരം അവിടെ നടക്കുകയും അതാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ടീച്ചർക്ക് ഈ ഭീഷണി സന്ദേശങ്ങളൊക്കെ പോകുന്നെന്ന് പറയുന്നത് ഞങ്ങൾ അറിയുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ അന്ന് പോയി ബോഡി സ്വീകരിച്ച് നമ്മൾ തിരിച്ചു വന്നു. ഈ നിമിഷം വരെ ആരും അവിടെ നിന്ന് വിളിക്കുകയോ നേരിട്ട് വരികയോ തിരക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ കോളേജിൽ അവൻ്റെ കുട്ടികൾ, അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ, ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരും തന്നെ വന്നിട്ടില്ല. ഇവിടെ ഇന്നലെ കുറച്ച് കുട്ടികൾ വന്ന് ചാനലിന് വാർത്ത കൊടുക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾ അറിയുന്നത്. ഇവിടെ വന്ന് ഞാൻ പോലും അറിയുന്നത്. അന്ന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ DGPയുടെ ഓഫീസിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ വന്നെന്നും സംസാരിച്ചെന്നും ഞാൻ അറിഞ്ഞു. അതോടൊപ്പം രാവിലെ കോളേജിൽ സീനിയർ വിദ്യാർത്ഥികൾ അവിടെ പ്രതിഷേധമൊക്കെ ചെയ്യുന്നുണ്ടെന്നും ഞാൻ അറിഞ്ഞു. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതായത് ടീച്ചറിന്റെ നമ്പർ കൊടുത്തു, രജിസ്റ്ററിൽ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അതിലെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതിൽ ഈ എൻ്റെ കുറച്ച് അറിവുകൾ വെച്ച് ഞാൻ പറയാം. ഈ ലോൺ ആപ്പിൽ ഒരു പക്ഷേ ഈ മാമിൻ്റെ അവനറിയാവുന്ന ഒരാളുടെ നമ്പറായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക റെഫറൻസ് ആയിട്ട് വെക്കാനായിട്ട്. 1-2 ആളുടെ പേര് ചോദിക്കും, പേരും ഫോൺ നമ്പരും. അപ്പോൾ ടീച്ചറിൻ്റെ മാമിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷേ. അത് ചിലപ്പോൾ അവരറിയാതെ ആയിരിക്കാം ചിലപ്പോൾ അവൻ ക്യാഷ്വലായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ ഈ മാമിന് കോള് വരുമെന്നോ അതൊന്നും ചിലപ്പോൾ അവ ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇനി അതല്ല, ഈ ഒരു പക്ഷേ മാമിലേക്ക് അങ്ങനെ ഒരു ഭീഷണി കോള് വന്നാലും അറ്റ്ലീസ്റ്റ് അത് ഇതിനോട് അറിയിച്ചിട്ട് അത് നമ്മുടെ പാരൻസിനെ അറിയിക്കേണ്ട ഒരു മര്യാദ ടീച്ചറിനുണ്ടായിരുന്നു. കാരണം ഈ ടീച്ചറിനെ കുറിച്ചാണ് എപ്പോഴും അവൻ പറയാറ്, നല്ല ടീച്ചറാണ്, അവൻ്റെ പഠിത്ത കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നീ എന്തൊക്കെ പഠിക്കണം നോട്ട്സൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, അയച്ചു കൊടുക്കുമായിരുന്നു. അവനൊരു ഈ സമയത്ത് അവിടെ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ മുമ്പത്തെ ഈ ഹണി ട്രാപ്പ് വിഷയങ്ങളുണ്ടല്ലോ, അത് ആ കേസുമായിട്ട് യാതൊരു ബന്ധമില്ല ഇതിന്. അന്ന് ഞങ്ങൾ ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞത് അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് നമ്മൾ നാട്ടിൽ വന്നതാണ്. പക്ഷെ അവന് തിരിച്ച് പോകാനൊന്നും താല്പര്യമില്ലായിരുന്നു. അവൻ അവിടെ നിന്ന് നിൽക്കുമ്പോഴേ ഈ ക്ലാസ് ഇനിയുടെ എനിക്ക് പഠിക്കണ്ട, ഈ കോളേജ് വേണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു ആ സമയത്ത് അവന്. കാരണം സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ അവന് പ്രഷർ കിട്ടിക്കൊണ്ടിരുന്നത്. അവൻ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾക്ക് അവർ ഫോഴ്സ് ചെയ്ത് അവൻ ചെയ്തു എന്ന് വരുത്തി തീർക്കുകയാണ്. അതെനിക്ക് ആ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ എനിക്ക് തന്നെ ബോധ്യമായി. പക്ഷേ ഞാനും അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിപ്പോയി. കാരണം 10-12 പേരടങ്ങുന്ന ആ ബെഞ്ചിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഇതിനു വേണ്ടി ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ ലൈഫാണ് സ്പോയിലാവുന്നത്. കാരണം 4 വർഷം ഇനിയും പഠിക്കാനുള്ളതാണ്. ശരി, എങ്ങനെയെങ്കിലും ഇതൊന്നും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സത്യവാങ് എഴുതി കൊടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാമെന്നുള്ള ഇതിൽ തന്നെ നമ്മുടെ മനസ്സിലും അത് ഞങ്ങൾ എഴുതുകയും ചെയ്തു, എഴുതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും അവ ഒന്നും ചെയ്തിട്ടില്ല. ഒരു തെറ്റും റാഗിങ്ങുമായി ബന്ധപ്പെട്ട് അവൻ ചെയ്തിട്ടില്ല. അവൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. അവനെ റാഗ് ചെയ്തേക്കുന്നത് ഒന്നുകിൽ അവൻ്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികളോ അല്ലെങ്കിൽ സീനിയർ വിദ്യാർത്ഥികളോ ആയിരിക്കണം. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് സീനിയർ വിദ്യാർത്ഥികൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും തൃപ്തരാണ്. പിന്നെ ഇന്നലെ DGP ഓഫീസിൽ പോയപ്പോൾ വാക്ക് തന്നിട്ടുണ്ട്, കേസ് ശക്തമായിട്ട് നല്ല രീതിയിൽ അന്വേഷിക്കുമെന്നും നിയമപരമായിട്ട് തന്നെ മുമ്പോട്ട് പോകുമെന്നും നല്ല രീതിയിൽ വാക്ക് തന്നിട്ടുണ്ട്. ഇല്ല, ഉണ്ടായിട്ടില്ല. എൻ്റെ മനസ്സിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഈ പറയുന്ന ലതാ മാമിനെയാണ്. അറ്റ്ലീസ്റ്റ് ആ ഒരു ടീച്ചറിന് ഞങ്ങളൊന്ന് വിളിച്ച് കാര്യങ്ങളെങ്കിലും പറയാമായിരുന്നു, മാനേജ്മെൻറ്റ് അറിയാതെയെങ്കിലും. ഒരുപക്ഷെ ഇപ്പോൾ മാനേജ്മെൻറ്റ് നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും ടീച്ചറിനെ. നല്ല പ്രഷർ ചെയ്ത് റാം ഒരുപക്ഷെ ഇതൊരു ചാൻസായിട്ട് ഒരു സാഹചര്യം കിട്ടിയല്ലോ അവനെതിരെ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഹാരാസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ റാം പോലുള്ള ഒരു സീനിയർ പ്രൊഫസർ അവിടെ എന്ത് പറഞ്ഞാലും ഈ പറയുന്ന മറ്റ് സ്റ്റാഫുകൾ ആരും ഒന്നും അവിടെ ചെയ്യാൻ പോകും, അവർക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല, അവർക്കവിടെ വോയിസ് ഇല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതാണ് കാര്യങ്ങൾ.
അപ്പോൾ റാം അങ്ങനെ എന്തെങ്കിലും നിതിനെ വിളിച്ച് വരുത്തിയിട്ട് ക്ലാസ് റൂമിൽ വെച്ച് സ്റ്റാഫ് റൂമിൽ വെച്ചിട്ട് ഈ ലോൺ ആപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും, കാരണം അവൻ്റെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഞങ്ങളെ വിളിക്കാം. നിതിൻ തെറ്റ് ചെയ്തു, അവൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ. അപ്പോൾ അതുകൊണ്ട് അവൻ ഇനി ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിക്കാമല്ലോ. പാരൻസിനെ നമ്മുടെ കോൺടാക്ട്സ് ഉണ്ട്, അഡ്രസ്സ് ഉണ്ട്, എല്ലാം ഉണ്ട് അവരെ കൈവശം. അപ്പോൾ അവരെ ഞങ്ങൾ വിളിച്ചിട്ടില്ല. ഇല്ല, ഒരു കോൾസും വന്നിട്ടില്ല. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി, അതായത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ലോൺ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പർ ഈ ലത എന്ന് പറയുന്ന ടീച്ചറുടേതാണ്. അപ്പോൾ അത് ടീച്ചർ അറിയാതെ ആയിരിക്കും അങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ലോൺ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പർ എനിക്ക് ഈ കാര്യം അറിയില്ല. ഇപ്പോൾ നിങ്ങൾ ഈ രാവിലെ വന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. രജിസ്റ്റർ ചെയ്യുന്ന നമ്പർ എന്ന് പറയുമ്പോൾ അതൊരു അപേക്ഷകനല്ലേ, ലോണിന് വേണ്ടി അപേക്ഷിക്കുന്ന ഒരാളെന്നല്ലേ അർത്ഥം. അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് OTP എല്ലാം പോവും. അപ്പോൾ ടീച്ചറിൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് OTP പോകുന്നത് എങ്ങനെയാണ്, നിതിൻ അതിൻ്റെ OTP എടുക്കുക എന്നുള്ളതിൽ എനിക്കറിയില്ല അതെന്താ സംഭവിച്ചേക്കുന്നുള്ളത്. അത് അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണത്തിലൂടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല അതിനെക്കുറിച്ച് വ്യക്തമായിട്ട്.